ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെ ചേർന്നിരുന്നു. അന്ന് ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി ചേർത്ത് കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനും തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. നമ്മുടെ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ചേരുന്നത്. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെ ചേർന്നിരുന്നു. അന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുമ്പാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനും തീരുമാനിച്ചിരുന്നു. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് 11:30 മതമേലധ്യക്ഷന്മാരുടെ യോഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും ചെയ്യുന്നുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.